ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിന് പോകുമ്പോഴുള്ള പ്രിപ്പറേഷൻസും പാക്കിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത്. ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രിപ്പറേഷൻസും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ പാക്കിങ്ങൊക്കെ ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി എൻ്റെ വീട്ടിൽ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പുലർച്ചെ 4:30 പോകണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാവരും പോകുമ്പോൾ അതാണല്ലോ ഏറ്റവും നല്ലത്, അതാണ് കംഫർട്ടബിളും. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഹസ്ബൻഡ് ഏതായാലും സ്റ്റേ ചെയ്യുന്നില്ല പറഞ്ഞു. എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ആ ടൈമിൽ അങ്ങോട്ട് എത്തിപ്പെടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ എനിക്ക് മോളും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോകുന്നതാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ടൗണിൽ ഇറങ്ങിയിട്ട് മോളെ ഹെയർ കട്ട് ചെയ്യാണ്. ഹെയർ കട്ട് ചെയ്യാൻ അവൾ സമ്മതിക്കേയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു 4 ബ്യൂട്ടി പാർലറിലെങ്കിലും ഞങ്ങൾ മാറി കയറിയിട്ടുണ്ട്, കട്ട് ചെയ്യുന്ന ആളെ പറ്റാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നല്ല, അവൾ റെഡി അല്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഇങ്ങനെ അന്ന് കട്ട് ചെയ്യാതെ മടങ്ങിപ്പോന്ന് വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പം ഞങ്ങൾ ഒരുപാട് ചോക്ലേറ്റ്സും അവളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീരുമ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. എന്നാൽ ഒരുവിധം ഞങ്ങൾ ഹെയറൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ വാങ്ങിക്കാനുണ്ടാവുമല്ലോ. അപ്പം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മോൾക്ക് എക്സ്ട്രാ സോക്സ്, അങ്ങനെ അവൾക്ക് തണുപ്പിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. അതാണ് കാരണം. ഇപ്പോൾ തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ പാക്കിങ്ങും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും അതുപോലെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചു. ഇന്ന് രാത്രി എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ഉടനെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമല്ലോ. നേരത്തെ ഇറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാം. അപ്പം നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ എടുക്കുമ്പം അതിൽ ചുളിവൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് പാക്കിംഗ് ടിപ്സ് പറയുന്നു. ഇട്ടിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടൊന്നല്ല പറയുന്നത്. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന 1 ഡേ ട്രിപ്പല്ലേ, കുറേ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനില്ല. ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും കൂടി ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സ് പോകുമ്പോൾ ഇടാനും. അങ്ങനെ 3 ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ഡ്രസ്സും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡ്രസ്സ് മാത്രം എടുത്തത്. നല്ല കോട്ടൻ്റെ ഡ്രസ്സാണ് എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ്ടം. അതിനിപ്പോൾ എത്ര തണുപ്പുള്ള സ്ഥലമാണെങ്കിലോ അതിന് മേലെ നമുക്ക് ജാക്കറ്റ് ഇടാമല്ലോ. എന്നാലും ട്രാവലിങ്ങിൽ എപ്പോഴും കംഫർട്ടബിൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്ത കാര്യം, അയൺ ചെയ്തതിന് ശേഷം എൻ്റെ മോളുടെ എല്ലാതും അയൺ ചെയ്തതിന് ശേഷം എല്ലാ ക്ലോത്തിങ് ഐറ്റംസും ടേബിളിൽ ഇതുപോലെ നിരത്തി വെച്ചു. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എടുത്ത 2 ടോപ്പ്, അതിലേക്കുള്ള 2 ഷോള്, 2 ജീൻസ്, സ്വെറ്റർ, പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്. പിന്നെ മോൾക്ക് ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോ സ്വെറ്റർ എടുത്തിട്ടുള്ളൂ, പക്ഷേ അവൾക്ക് 2 സ്വെറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫുൾ സ്ലീവ്സ് ഉള്ള ഡ്രസ്സ്, പാൻസ്, അതൊക്കെ കുറേ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ ഡ്രസ്സിലായാലും അവർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനോ ഫ്രഷ് ആക്കാനൊക്കെ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ സോക്സ്, ഇതിലിപ്പോൾ ഞാൻ 3 സോക്സ് അല്ല ഇതിൽ വെക്കുന്ന ഈ ബാഗിൽ. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ എക്സ്ട്രാ സോക്സ് വേറെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാങ്കറ്റ്സ്, അതുപോലെ കർച്ചീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഞാനൊരു ട്രാവൽ ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒറ്റ ബാഗ് ക്യാരി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇനി ഇതിൽ വെക്കുമ്പം ഫസ്റ്റ് നമ്മൾ അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ ഒരു സൈഡിലാക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് ചുളിവ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും.
പിന്നെ ഞാൻ എൻ്റെ ജീൻസൊക്കെ റോൾ ചെയ്തിട്ട് വെച്ച്, ജീൻസ് അതുപോലെ തന്നെ നമ്മുടെ ജാക്കറ്റ്സൊക്കെ വെക്കുമ്പോൾ എപ്പോഴും റോൾ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ടിപ്പ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ ജാക്കറ്റ്സൊക്കെ എപ്പോഴും ടോപ്പിൽ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ചുരമൊക്കെ കയറുമ്പോഴായിരിക്കും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാം. അപ്പം നമുക്ക് എല്ലാം കൂടി പുറത്തേക്ക്, വണ്ടിയിൽ നിന്ന് എല്ലാം കൂടി പുറത്തേക്ക് എടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മേലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ ഈ സൈഡിൽ ഞാൻ മോളെ ഡ്രസ്സും ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുകയാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് താഴെ വെച്ചിട്ട് മോളെ ഡ്രസ്സ് ഞാൻ മേലെയാണ് വെക്കുന്നത്. കാരണം കുട്ടികളുടെ ഡ്രസ്സും നമുക്കിതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബാഗിൽ എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളുടെ ഡ്രസ്സും അവർക്ക് ആവശ്യമുള്ള തോർത്ത്, കർച്ചീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ടോപ്പിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ബെൽറ്റ് ഇടാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ലൂസാക്കിയിട്ട് ഇതുപോലെ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കവിടെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പിന്നെ നമുക്കത് വീണ് പോകുന്ന പ്രശ്നമില്ല. ഒന്നാമത് ഞാൻ നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്, എന്നാലും ഇത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ബെൽറ്റ് ഉണ്ടായാൽ നമുക്ക് വീണ് പോകാതൊക്കെ നിൽക്കും. അപ്പോൾ ഇതാ എല്ലാ ക്ലോത്തിങ് ഐറ്റംസും നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്യാണ്ടാവും ഒബ്വിയസ്ലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ മോളെ ടോയ്സ്, അവളെ എക്സ്ട്രാ സോക്സ്, പിന്നെ കുറേ ഡൈപ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അവൾ അങ്ങനെ ഡൈപ്പറിൽ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആവശ്യം വരുമല്ലോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറേ ഡൈപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ മോയ്സ്ചറൈസർ എപ്പോഴും നിർബന്ധമാണ്. പിന്നെ ബോഡി മിസ്റ്റ്. ഒരിക്കലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പം സ്പ്രേ ബോട്ടിൽ എടുക്കാൻ പാടില്ല. പെർഫ്യൂമിൻ്റെ ആ ഗ്ലാസ് ബോട്ടിൽ ഒരിക്കലും എടുക്കരുത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ്. ഒരു ബോട്ടിൽ മൊത്തം മോളെ കയ്യിൽ നിന്ന് താഴെ വീണൊരു ഫുൾ ഉണ്ടായിരുന്ന ബോട്ടിലായിരുന്നു. ഭയങ്കര സങ്കടമായി. കാരണം പെർഫ്യൂം എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്, ബോഡി മിസ്റ്റ് പോലെയല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഇതുപോലുള്ള ബോട്ടിൽസുള്ള ബോഡി മിസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ ഈ ബാഗിൻ്റെ ഈ സൈഡിലൊരു സിപ്പർ പൗച്ച് ഉണ്ട്, അതിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോൾ വന്നിട്ട് ബോഡി മിസ്റ്റ് അതുപോലെ തന്നെ അവളുടെ ടോയ്സൊക്കെ എടുത്തു. പിന്നെ ഒരു വിധം ഞാൻ അവൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ മോളെ എക്സ്ട്രാ ഷൂസും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് അധികം ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്യുന്ന ഷൂസാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എക്സ്ട്രാ ഷൂ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബാഗിൽ ക്യാരി ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ കുറച്ചും കൂടി ഐറ്റംസ് ക്യാരി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഹാൻഡ് ബാഗിൽ ഞാൻ ഒരു ഡ്രസ്സാണ് വെക്കുന്നത്, പിന്നെ പോകുമ്പോഴാണൊരു ഡ്രസ്സ്. അപ്പോൾ ഇതിൽ മേലത്തെ ഡ്രസ്സ് ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. രണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ്, സ്ലീവ്ലെസ് ആണ്. ഇവിടുന്ന് പോകുമ്പോൾ അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അത് മതിയല്ലോ. അപ്പം ഒരു ഡ്രസ്സ് ഞാൻ മടക്കി, മറ്റു ഡ്രസ്സ് ഞാൻ പോകുമ്പോഴാണ്. അപ്പം അതിലേക്കുള്ള ഒരു ബ്ലൂമറും വെച്ചു. പിന്നെ ഒരു ടർക്കി എന്തായാലും നമുക്ക് ആവശ്യം വരും. എന്നിട്ട് ഇതുപോലത്തെ ക്ലോത്തിങ് ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനെയുള്ളൊരു സിപ്പ് ലോക്ക് ബാഗിൽ വെക്കുകയാണ്. ഈ ബാഗ് ചുരിദാർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഞാൻ അവളുടെ ക്യാപ്പ്, പിന്നെ ടർക്കി, അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സും പിന്നെ ബിബ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ സോക്സും വെച്ചു. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സിപ്പ് ലോക്ക് ബാഗിൽ വെക്കലാണ്. പൗഡർ, അതുപോലെ ഗ്രൂമിങ് ഐറ്റംസ്, പിന്നെ ഹെയർ ആക്സസറീസ് എല്ലാം കൂടി വേറൊരു പൗച്ചിൽ. പിന്നെ ഒന്നിൽ ഞാൻ അവളുടെ ഡൈപ്പേഴ്സ്, പിന്നെ ഇത് തണുപ്പിനിടുന്ന സംഭവം, പിന്നെ വെറ്റ് വൈപ്സ് എന്തായാലും വേണം. പിന്നെ ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഞാൻ അങ്ങനെ ഓരോരോ കവറിലാക്കി വെച്ചത്, ബാഗിൽ തന്നെ വെച്ചാൽ പോരെയെന്ന്. പക്ഷേ എൻ്റെ ബാഗിന് വലിയൊരു ഡീമെറിറ്റ് ഉണ്ട്. കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ ഉള്ളിൽ കമ്പാർട്ട്മെൻറ്റ്സിലില്ല. ഞാൻ എപ്പോഴും ഒരു ഹാൻഡ് ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ കമ്പാർട്ട്മെൻറ്റ്സ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്ത ബാഗല്ല കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പം ഇതിൽ എനിക്ക് കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല. പക്ഷെ എനിക്ക് ബാഗ് ഒഴിവാക്കിയിട്ട് പിന്നെ വേറൊരു ബാഗ് വാങ്ങിച്ച് കഴിയുമ്പം ഇത് നമുക്ക് വേസ്റ്റ് ആവുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ബാഗിൽ തന്നെ എല്ലാം കൂടി വെക്കാമെന്ന് വിചാരിച്ചു.
അപ്പം ഇതിനകത്ത് ഞാൻ ഇതേപോലെ ഓരോ ബാഗിലാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ബാഗ് എടുത്തിട്ട് അതിലാവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം, നമുക്കറിയാൻ കഴിയുമല്ലോ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് കവറുകളൊക്കെ നമുക്ക് കുട്ടികളുടെ ചില ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും. പിന്നെ കുട്ടികളെ മെഡിസിൻ എടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഏതെങ്കിലും ഒരു പാരസെറ്റമോൾ സിറപ്പ് എടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി ഇതിലേക്ക് വെക്കുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.